ഹായ് ഫ്രണ്ട്സ്, സദൻ കുക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡ് നമ്മുടെ വക്കീൽ അദ്ദേഹമാണ്. വക്കീൽ കർക്കിടക മാസമൊക്കെയാണ്, പത്രവടയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? പത്രവട എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ ഗുജറാത്ത് തീരം വരെയുള്ള കൊങ്കൺ തീരങ്ങളിലെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അതിൽ അധികമായിട്ട് ഈ ഗൗഡ സാരസ്വത വിഭാഗക്കാരാണ് അധികം ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന. GSB കൊങ്ങിണി സമുദായക്കാരാണ് കേരളത്തിൽ അധികം ഉണ്ടാക്കുന്നത്. പക്ഷേ കാസർഗോഡ് മംഗലാപുരം തൊട്ട് ഗുജറാത്ത് വരെ ഉള്ള ജനങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കാസർഗോഡ് ഒക്കെ മംഗലാപുരത്തൊക്കെ അരിപ്പൊടി ചേർക്കുമെങ്കിൽ അതിന് അങ്ങോട്ട് വെക്കുമ്പോൾ കടലമാവ് ചേർക്കുന്നൊരു തരത്തിലാണ് അതിൻ്റെ റെസിപ്പി ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് കർക്കിടക മാസത്തിലാണ് അധികം ഉപയോഗിക്കുക. കാരണം ഈ ചേമ്പിൻ്റെ ചൊറിച്ചിൽ കുറച്ച് കുറയുന്ന മാസം കർക്കിടക മാസത്തിലായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. ഏതായാലും ഗൗഡ സാരസ്വത നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. അവർക്ക് വേണ്ടി ഒരു വിഭവമല്ലേ? അവരുടെ നമസ്കാരം. ഹായ് കൊടുക്കാം. ഹായ്. പത്രവടയുടെ മെയിനായിട്ടുള്ള ഘടകം ഈ ചേമ്പിൻ്റെ ഇലയാണ്. ചേമ്പിൻ്റെ ഇല ഈ മഴക്കാലത്ത് ധാരാളം പറമ്പിലൊക്കെ തളർത്ത് വരുന്നത് കാണാം. അത് എടുത്ത് അതിൻ്റെ തണ്ട് മാറ്റി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു 10 ഇല ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഇതിൽ വേണ്ട അടുത്ത ഘടകം അരിപ്പൊടിയാണ്. 1 ബൗൾ അരിപ്പൊടി ഇതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇതിന് വേണ്ടത് വാളംപുളിയാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് കായപ്പൊടിയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അടുത്തതായി വേണ്ടത് മുളക് പൊടിയാണ്. മല്ലിപ്പൊടിയാണ് അടുത്ത ഘടകം. ഉപ്പ് ആണ് പിന്നെ വേണ്ടത്. പിന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൽ ഒരു വറവിന് വേണ്ടിയിട്ട് സ്വല്പം തേങ്ങ, കടുക്, മുളക് ഇവയും കൂടി കരുതിയിട്ടുണ്ട്. വറവിനുള്ള വെളിച്ചെണ്ണയാണ്. പത്രവട ഉണ്ടാക്കാൻ ഇനി നമുക്കൊരു മാവ് വേണം. ആ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പത്തിരിപ്പൊടിയാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. പത്തിരിപ്പൊടിയും പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ ഒരു മാവ് ഉണ്ടാക്കുന്നതാണ്. നമുക്കത് ഉണ്ടാക്കാം. ആദ്യം അരിപ്പൊടി വലിയ ബൗളിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്കൊരു 3 സ്പൂണ് മുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് അടുത്തത്. നമ്മളൊരു 2 സ്പൂൺ നല്ലവണ്ണം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പാണ്, ഇതിന് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. പിഴിഞ്ഞു വെച്ച പുളിയാണ്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിനാവശ്യത്തിലേക്ക് വെള്ളം ചേർത്ത് മാവ് പരുവമാക്കാൻ പോവാണ്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കുകയാണ്. നമ്മുടെ ഈ വൃത്തിയാക്കി വെച്ച ചേമ്പിൻ്റെ ഇലകളിലേക്ക് ഇനി ഈ മാവ് തേച്ച് അട്ടിയായി വെക്കുകയാണ്. ചേമ്പിൻ്റെ ഇല വൃത്തിയാക്കിയ ചേമ്പിൻ്റെ ഇല നമ്മൾ കമഴ്ത്തി വെക്കുകയാണ്. അതിൻ്റെ പിറകിലാണ് മാവ് പുരട്ടുന്നത്. മാവ് ഇനി ഈ ചേമ്പിലയിലേക്ക് പുരട്ടുകയാണ്. ഇതിൻ്റെ മുകളിലേക്കായി അടുത്ത ഇല വെക്കുകയാണ്. അടുത്ത ഇലയുടെ മുകളിലും ഈ മാവ് പുരട്ടി കൊടുക്കുകയാണ്. അടുത്ത ഇല വെക്കുകയാണ്. അതിലേക്കായിട്ട് വീണ്ടും മാവ് പുരട്ടുകയാണ്. ഇവിടെ 10 ഇലകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 10 ഇലകളും ഇതേമാതിരി ഇതിൻ്റെ മുകളിലായി അട്ടി വെച്ച് നമ്മൾ മാവ് പുരട്ടി വെക്കുകയാണ്. താമത്തെ ഇലയും കൂടി ഇതിൽ വെക്കുകയാണ്. ഇലകൾ റോൾ ചെയ്ത് വെക്കുകയാണ് ഒന്നിച്ചിട്ട്. ഇനി റോൾ ചെയ്ത് വെച്ച ചേമ്പിലകൾ നമ്മൾ ആവിയിൽ വേവിക്കാൻ പോവുകയാണ്.
10 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് ഏകദേശം വേവ് ആയിട്ടുണ്ട്. ഇത് ഇനി ഓഫ് ചെയ്യാം. ഇപ്പോൾ പത്രോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രം ഒന്ന് മാറ്റി വെക്കാം. പത്രോട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്ത ശേഷം കട്ട് ചെയ്ത് അതിൽ വറവുകളൊക്കെ ചേർത്ത് അത് വിഭവമാക്കി മാറ്റാം. പത്രോട ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. പത്രോട രുചികരമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വറവ് ഉണ്ടാക്കാം. നമുക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിൽ കടുക് വറുത്തിടാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കൊരു 4 പച്ചമുളക് ഇടാം. കടുക് പൊട്ടി മുളകും ചൂടായി നമുക്ക് ഇതിലേക്ക് പത്രവടകൾ ഇടാം. പത്രവട ഒന്ന് മൊരിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് ചേർത്തിടാം. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. നമ്മുടെ പത്രവട വിഭവം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങ ഒരു ഭംഗിക്ക് സ്വാദിനും വേണ്ടിയിട്ട് വിതറാം. അപ്പോൾ നമ്മുടെ പത്രവട റെഡി ആയിട്ടുണ്ട്. ഈ മഴക്കാലത്ത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. കാൽസ്യം കുറവുള്ളവർക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഇത് ഗൗഡ സരസ്വത ബ്രാഹ്മണ ഒരു സൈറ്റുമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുധീർ കമ്മത്ത്. അവൻ്റെ കൂടെ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ പത്രോട ഇതാണ് പത്രോട. അത് ഗൗഡ സരസ്വത ബ്രാഹ്മണരുടെ ഐറ്റം. അവരുടെ ഫേവറേറ്റ് ഐറ്റമാണ്. നല്ല ഫേവറേറ്റ്. അവർ ഫെസ്റ്റിവലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്നത്. നല്ല ഫേവറേറ്റ് ഐറ്റമാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നല്ല പുളിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. പത്രോട ചെയ്യാറുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. നല്ല രുചിയുള്ള സാധനമാണ്. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീണ്ടും വരുന്നവരെ ബൈ.